ഹലോ ഡിയേഴ്സ് മക്കളെ, 9ാം ക്ലാസ്സിലെ എക്സാമിന് വരയ്ക്കാൻ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുഴുവനായിട്ടും നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപാട് മാർക്കാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുക. അതായത് പാരലൽ ലൈൻസ്, അതുപോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസ്, ഈ 2 ചാപ്റ്ററിലും അതുപോലെ സർക്കിൾസ്, ഈ 3 ചാപ്റ്ററിൽ നിന്നുമാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പോൾ ആ ചോദ്യങ്ങൾ മുഴുവനായിട്ടും ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോവുകയാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു വരയെ 3 തുല്യ ഭാഗങ്ങളാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ത്രികോണം, സമഭുജ ത്രികോണം വരയ്ക്കണം. 10 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. സോ ഫസ്റ്റ് പരിപാടിയിലേക്ക് പോവാണ്. 10 സെന്റിമീറ്ററുള്ള ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കാൻ പോവാണ്. എല്ലാവരും റെഡി ആണല്ലോ? ആദ്യം ഞാനിതാ ഒരു 10 സെന്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 10 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ ഞാൻ വരച്ചു. എന്നിട്ട് എനിക്ക് 3 ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത്. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ 10ന്റെ അടുത്തുള്ളത് ഏതാണ്? 9 ആണ്. സോ ഞാൻ ചരിച്ചിട്ട് ഒരു 9 സെന്റിമീറ്റർ ഉള്ള ലൈന് ഞാൻ ചരിച്ചിട്ട് വരയ്ക്കുന്നു. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. 9 സെന്റിമീറ്റർ ലൈൻ എന്താ ചെയ്യേണ്ടത്? ചുമ്മാ ചരിച്ചിട്ടൊന്ന് വരയ്ക്കുക. യെസ്, 9 സെന്റിമീറ്ററിലെ ലൈന് നമ്മളിതാ ചരിച്ചിട്ട് വരയ്ക്കുന്നു. ഇനി ഈ 9 സെന്റിമീറ്ററിലെ ലൈനിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 ഈക്വൽ പാർട്സ് ആക്കാം. അതിന് നിങ്ങൾ 6 അതുപോലെ 3 ഈ 2 നമ്പറിനും നേരെ 6, 3 ഈ 2 നമ്പറിനും നേരെ നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? പോയിന്റ്സ് മാർക്ക് ചെയ്യുക. സോ 9 സെന്റിമീറ്ററിലെ ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി. ഇനി 2 അറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക്. നോക്കുക, നമ്മൾ വരച്ച 10 സെന്റിമീറ്ററുള്ള വരയുടെയും അതുപോലെ 9 സെന്റിമീറ്ററുള്ള വരയുടെയും 2 അറ്റങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നു. ഈ 9 സെന്റിമീറ്ററുള്ള ലൈനിൻ്റെയും അതുപോലെ 10 സെന്റിമീറ്ററുള്ള ലൈനിൻ്റെയും അറ്റങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാരലൽ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അതിലാണ് പല കുട്ടികൾക്കും സംശയം വരാറ്. സാർ, എങ്ങനെയാണ് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്? ഈ ലൈനിനാണ് ഈ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയുണ്ടല്ലോ, അതിനാണ് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. സോ ആ ലൈനിന് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് നമ്മളിതാ സെറ്റ് സ്ക്വയർ ഒന്ന് മൂവ് ചെയ്യുന്നു. ലൈൻ അങ്ങോട്ട് വരച്ചു. വീണ്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരലൽ ലൈൻ കൂടെ നമുക്ക് വരയ്ക്കാം. ഓക്കെ ആണേ? സിമ്പിളായിട്ട് നമ്മളിതാ 2 പാരലൽ ലൈൻസ് വരച്ചു. ഇതോടെ നമുക്ക് 10 സെന്റിമീറ്ററുള്ള ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കി. AC, CD, DB ഇങ്ങനെ 3 ഈക്വൽ പാർട്സ് ആക്കി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സമഭുജ ത്രികോണം വരയ്ക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാം. അതിന് നമുക്കൊരു കോമ്പസ് വേണം. കോമ്പസിനകത്തേക്ക് നമ്മൾ ഇതാ പെൻസിൽ എടുത്തിടുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി DB അല്ലെങ്കിൽ CD എന്ന് പറയുന്ന നീളം, ഈ 3 നീളവും ഈക്വൽ ആണ്. AC എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും DB എന്ന് പറയുന്ന നീളവും ഈക്വൽ ആണ്. സോ ഈ സിയിൽ കോമ്പസ് വെക്കുന്നു. CD എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുന്നു. ഒരാർക്ക് ഞാൻ വരയ്ക്കുന്നു. അതേപോലെ കോമ്പസ് സിയിൽ നിന്നെടുത്ത് Dയിൽ വെക്കുന്നു. നീളം മാറ്റുന്നില്ല, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടല്ലോ. ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് നമ്മൾ സിയും ഡിയുമായി യോജിപ്പിച്ചാൽ, ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് നമ്മൾ സിയും അതുപോലെ ഡിയുമായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ത്രികോണം വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ ആണല്ലോ? ഈ ത്രികോണമാണ് നമ്മളിതാ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, ത്രികോണത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അതൊരു സമഭുജ ത്രികോണമാണ്. മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ചെയ്യേണ്ടത് 8 സെന്റിമീറ്ററുള്ള ലൈനിനെ 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യുകയാണ്.
ഡിവൈഡ് ചെയ്യണം, 2 കഷ്ണങ്ങളാക്കണം. ആ കഷ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ, കാരണം റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ, ചരിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. അതിനേതാ 2:3 എന്ന് പറയുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നു. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ 2 കഷ്ണങ്ങൾ. ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് മക്കളെ. ഈ 2 അറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. വളരെ സിമ്പിളായിട്ട് അതും നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ വരയ്ക്കാണ് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. ഈ 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച വരയുണ്ടല്ലോ, അതിനാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. അതിന് ഒരു സെറ്റ് സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സെറ്റ് സ്ക്വയർ ഈ വരയ്ക്ക് അതിന് പാരലലായിട്ട് അല്ലെങ്കിൽ അതിനെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വെക്കുന്നു. 90 ഡിഗ്രി വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് വെക്കണം, സ്കെയിൽ വെക്കണം. ബാലൻസ് ചെയ്യാനായിട്ട് സ്കെയിൽ വെക്കുക. നൈസായിട്ട് സെറ്റ് സ്ക്വയർ ഒന്ന് മൂവ് ചെയ്യുക. നൈസായിട്ട് സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തതാ ഇവിടെ എത്തി, കാണുന്നുണ്ടല്ലോ. എന്നിട്ട് സിമ്പിളായിട്ട് ആ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം. ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഈ 8 സെൻറ്റിമീറ്ററുള്ള ലൈനിനെയാണ് നമ്മൾ 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം ചെയ്യാം ABC. ഇവിടെ AC എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. അടുത്തതായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു എന്ത് വരയ്ക്കാനാണ്, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ്. അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3:4 ആണ്. 3:4 ആണ്. മക്കളെ, തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ ലെങ്ത്തും ബ്രെഡ്ത്തും L+B എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെരിമീറ്ററിൻ്റെ പകുതി 15ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 15/2, അതായത് 7.5 സെൻറ്റിമീറ്റർ. 7.5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 7.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. 7.5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനതിന് മാർക്ക് ചെയ്യുന്നു 7.5 സെൻറ്റിമീറ്റർ. ഇനി റേഷ്യോ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 3:4. ഈ റേഷ്യോയിലല്ലേ കട്ട് ചെയ്യേണ്ടത്. സോ എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിക്കുക. 3ഉം 4ഉം കൂട്ടിയാൽ 7 സെൻറ്റിമീറ്റർ ആണ്. സോ 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈന്, ശ്രദ്ധിക്കുക, 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈന് ഞാനിതാ ചരിച്ച് വരയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് 3:4 ആയതുകൊണ്ട് തന്നെ 3ക്ക് നേരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. സെറ്റാണല്ലോ. ഈ നീളം 3 സെൻറ്റിമീറ്റർ, ഈ നീളം 4 സെൻറ്റിമീറ്റർ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 2 അറ്റം കൂട്ടിമുട്ടിക്കുക. ഓക്കെ, 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഈ സെറ്റ് സ്ക്വയർ. പാരലൽ ലൈൻ വരയ്ക്കാനുള്ളതാണ് സെറ്റ് സ്ക്വയർ. സോ സെറ്റ് സ്ക്വയർ ഇതാ കറക്റ്റായിട്ട് നമ്മളിതാ അവിടെ വെക്കുന്നു. ശ്രദ്ധിക്കുക മക്കളെ, ഈ 2 അറ്റം കൂട്ടിമുട്ടിച്ച ലൈനിന് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു. 90 ഡിഗ്രിയുള്ള ആ ആംഗിൾ വരുന്ന രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണേ. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചു. സെറ്റ് സ്ക്വയർ ഇതാ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്ത് ഇതാ ഈ പോയിന്റിൽ കറക്റ്റ് എത്തുമല്ലോ. സ്കെയിലുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യാൻ. സെറ്റ് സ്ക്വയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സെറ്റ് സ്ക്വയറിൽ ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ആ ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് 7.5 സെൻറ്റിമീറ്ററുള്ള ലൈനിനെ നമ്മൾ എന്താക്കി? 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ 7.5 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത പോയിന്റിൻ്റെ ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്കൊരു പെർപെൻഡിക്കുലാർ ഇവിടെ വരയ്ക്കാം. സിമ്പിളായിട്ട് ഒരു പെർപെൻഡിക്കുലാർ വരയ്ക്കാം. ഓക്കെ ആണേ. അതേപോലെ
ഇവിടെയും നിങ്ങൾക്ക് ഒരു പെർപെൻഡിക്കുലറായിട്ട് കുത്തനെ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം താഴോട്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ടത്. 7.5 സെൻറ്റിമീറ്റർ ഉള്ളതിനെ 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ആ റിമൈനിങ് ആയിട്ടുള്ള കഷ്ണത്തിൻ്റെ നീളം ഉണ്ടല്ലോ, റിമൈനിങ് ആയിട്ടുള്ള പീസിൻ്റെ നീളം, അത് നിങ്ങൾ എന്താക്കുക, അത് കോമ്പസിലെടുത്തിട്ട് താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ആ നീളം കോമ്പസിലെടുക്കുക, താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇത് വരച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റെക്റ്റാങ്കിൾ ഇതാ ഇപ്പോൾ ഈ ഒരൊറ്റ മൊമെൻറ്റിൽ നമ്മൾ ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സിമ്പിളായിട്ട് വരച്ചു. ഓക്കെ ആണല്ലോ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാം എത്രയായിരിക്കുംടാ, 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം അതിൻ്റെ നീളവും വീതിയും എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ നീളം, ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്റർ ആണ്. അത് കൃത്യമായിട്ട് ആദ്യം വരയ്ക്കുന്നു. 3:4 ആണ് റേഷ്യോ. അതുകൊണ്ട് 7 സെൻറ്റിമീറ്റർ ചരിച്ച് വരയ്ക്കുക, പാരലൽ ലൈൻ വരച്ച് കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അടുത്തതായിട്ട് 10 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:3:4 ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ആദ്യം 10 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ എത്രയാണോ അത് തന്നെ വരയ്ക്കുക. റെക്റ്റാങ്കിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ പെരിമീറ്ററിൻ്റെ പകുതിയുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. അതാണ് ട്രിക്ക്. ഓക്കെ, 0 നിന്ന് തുടങ്ങുക 10 വരെ. സെറ്റ്. 10 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം 10 സെൻറ്റിമീറ്റർ. ഓക്കെ ആണേ, സിമ്പിൾ. ഇനി എത്രയിൽ ആണ് റേഷ്യോ? 2:3:4 ആണ്. 2 3 5, 5 4 9. ശരിയല്ലടാ? ആ റേഷ്യോയിലുള്ള നമ്പർ എല്ലാം കൂടെ കൂട്ടിയാൽ 9 ആണ്. സോ ചരിച്ചിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് 9 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈനാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2:3:4 ചോദിച്ചു കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്ററുള്ള ലൈന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. എന്നിട്ട് 2:3:4 ആണ്. അപ്പോൾ 2ൽ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, 2 സെൻറ്റിമീറ്റർ വരുന്നിടത്ത് ആദ്യത്തെ പോയിന്റ്, 2 3 കൂട്ടിയാൽ 5. സോ 5ൽ അടുത്ത പോയിന്റ്, ഈ 2 പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്യാം. സെറ്റാണല്ലോ. ഇപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, ഈ നീളം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, ഈ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. ഓക്കെ ആണേ. സോ അടുത്ത സ്റ്റെപ്പ് എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ഈ 2 അറ്റവും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കുക. സെറ്റ്. ഓക്കെ ആണല്ലോ. 2 അറ്റം കൂട്ടിമുട്ടിക്കുക. ഇനി എന്താ ഉപയോഗിക്കേണ്ടത്? സെറ്റ് സ്ക്വയറിൻ്റെ 90 വരുന്ന ആ ആംഗിള് ഇവിടെ കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുക? അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്കെയിൽ, എന്നിട്ട് നൈസായിട്ട് നീക്കുക. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി വീണ്ടും നീക്കുന്നതിന് മുമ്പ് സ്കെയിൽ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. യെസ്, നമ്മുടെ പരിപാടി ഏകദേശം ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തുകയാണ്. യെസ്, അപ്പോൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ 10 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്തു. ഇനി ഈ പോയിന്റ്സിന് ചുമ്മാ ഒരു പേര് കൊടുത്തോ, ABCD. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ബിയിൽ നമ്മളുടെ കോമ്പസ് വെക്കുക. BA എന്ന് പറയുന്ന ലെങ്ത്ത് കോമ്പസിലെടുക്കുക, ഒരാർക്ക് വരയ്ക്കുക. ഓക്കെ, ബിയിൽ കോമ്പസ് വെക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ബിയിൽ കോമ്പസ് വെക്കുന്നു, BA എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, CD എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. സിമ്പിൾ. CD എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. സിമ്പിളായിട്ട് ഈ 2 ആർക്കുകളും ജോയിൻ ചെയ്ത അല്ലെങ്കിൽ മീറ്റ് ചെയ്ത പോയിന്റുമായിട്ട് നിങ്ങളിതാ ഒന്ന് കണക്ട് ചെയ്യേണ്ട പണിയുള്ളൂ. ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട പണി മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. സീനെ കണക്ട് ചെയ്യുന്നു, അതേപോലെ ബീനെയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ആ ചോദ്യവും നമ്മൾ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിനെ സൈഡ്സ് തന്നിട്ടുണ്ട്, ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. 8 9 10. എന്നിട്ട് അതിനെ ഈക്വൽ ആയിട്ടുള്ള 4 ട്രയാങ്കിൾസ് ആക്കണം. വളരെ സിമ്പിളാണ്. സൈഡ്സ് എത്രയാ? 8 9 10 ആണല്ലോ.
വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ആദ്യം എന്താ ബേസ് ഞാൻ 10 സെൻറ്റിമീറ്റർ എടുത്തു. ബേസ് എത്ര എടുത്തത്? ബേസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം മക്കളെ, ബേസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. 0 തൊട്ട് 10 വരെ. സെറ്റല്ലേടാ? സെറ്റല്ലേ? 10 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക, അടുത്ത സൈഡ് എത്രയാണ് തന്നത്? 9 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 9 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു. ഒരാർക്ക് വരയ്ക്കുക. വളരെ 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 സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് 8 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. ശ്രദ്ധിക്കണം മക്കളെ, 8 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. 8 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. ഇവിടെ കോമ്പസ് വെക്കുന്നു. സെറ്റാണല്ലോ? 8 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഈ 2 ആർക്കും തമ്മിൽ യോജിപ്പിച്ചാൽ 9 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സൈഡ് ഇത് നിങ്ങൾക്ക് കാണാം. അടുത്തത് 8 സെൻറ്റിമീറ്റർ അല്ലേ വരയ്ക്കേണ്ടത്? 8. സെറ്റാണല്ലോ? 8ൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4 മാർക്ക് ചെയ്യുക. സെറ്റാളേ? മിഡ് പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക. 8ൻ്റെ മിഡ് പോയിൻ്റ് 4. 10ൻ്റെ മിഡ് പോയിൻ്റ് എത്രയാ? 5. യെസ്. ഇനി 9 എന്ന് പറയുമ്പോൾ 9ൻ്റെ മിഡ് പോയിൻ്റ് വരിക 4.5 ആണ്. 4.5. ശരിയല്ലേ? 9 എന്ന് പറയുമ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 4.5 ആണ്. ഈ 4.5 ഇത് മൂന്നും ഒന്ന് യോജിപ്പിക്കുക. ഈ 3 സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. കഴിയാനായി സിമ്പിളായിട്ട്, വളരെ വളരെ സിമ്പിളായിട്ട് ആ ഫിഗറും നമ്മളിതാ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇതോടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും, വരയ്ക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുക സർക്കിൾസിൽ നിന്നാണ് ഒരു ചോദ്യം. ശ്രദ്ധിക്കുക മക്കളെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ആ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ പരിവൃത്തം അഥവാ സർക്കിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ആദ്യം ഇതാ 8 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ്. അതിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. AB. ഓക്കെ, AB ഞാൻ വരച്ചു. നെക്സ്റ്റ് ഇതാ അടുത്ത സൈഡ് എത്രയാ? അടുത്ത സൈഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു. സിമ്പിളാണ് മക്കളെ, സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ്. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത ശേഷം എയിൽ കോമ്പസ് വെക്കുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ് 6 സെൻറ്റിമീറ്റർ ആണ് ഞാൻ കോമ്പസിലെടുക്കേണ്ടത്. സിമ്പിളാണ്. 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു, ബിയിൽ കോമ്പസ് വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ഈ ട്രയാങ്കിൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 6 സെൻറ്റിമീറ്റർ, ഈ സൈഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. പക്ക, വളരെ സിമ്പിളായിട്ട് ആ പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അതിന് നമുക്ക് AB-യുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാം. പകുതി കൂടുതൽ നീളം കോമ്പസിലെടുത്തു. താഴെ ഒരാർക്ക്, മുകളിൽ ഒരാർക്ക്. ഇനി ഇതാ ബിയിൽ കോമ്പസ് വെക്കുന്നു. ശ്രദ്ധിക്കണേ, ബിയിൽ കോമ്പസ് വെക്കുന്നു, താഴെ ആർക്ക്, മുകളിൽ ആർക്ക്. ഓക്കെ, ഈ 2 ആർക്കുകൾ തമ്മിൽ യോജിക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒന്ന് നിങ്ങൾ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിക്കുക. ഓക്കെ ആണേ? സിമ്പിളായിട്ട് ഇതാ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. നിങ്ങൾക്കറിയാം AB എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് 8 സെൻറ്റിമീറ്റർ ആണ്. BC എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AC എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് BC-യുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആണ്. BC-ൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാൻ സിമ്പിളാണ്. ഒരാർക്ക് ഇങ്ങനെ വരയ്ക്കുക. സിയിൽ കോമ്പസ് വെച്ച് ആർക്ക് വരയ്ക്കുന്നു, ബിയിൽ കോമ്പസ് വെക്കുന്നു, ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണേ? സിമ്പിളായിട്ട്, വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ BC എന്ന് പറയുന്ന സൈഡിൻ്റെയും പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാം. സോ ഈ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സിമ്പിളാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാം A എന്ന് പറയുന്ന പോയിന്റിലേക്കും B എന്ന് പറയുന്ന പോയിന്റിലേക്കും C എന്ന് പറയുന്ന പോയിന്റിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. സർക്കിൾ അഥവാ പരിവൃത്തം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക പരിവൃത്തത്തിൻ്റെ ആരമായിരിക്കും. ഒന്നുമില്ല, സ്കെയിൽ എടുത്ത് ഇവിടെ വെക്കുക, എന്നിട്ട് B വരെയുള്ള അകലം കണ്ടുപിടിക്കുക. B വരെയുള്ള അകലം നിങ്ങൾ കണ്ടുപിടിക്കുക. സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് 4.5
4.2 സെന്റിമീറ്റർ. 4.2 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആണ് മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സിമിലർ ട്രയാങ്കിൾസിൽ നിന്നുള്ള ചോദ്യമാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ തന്നിട്ടുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സിനെ എല്ലാം 1/4 ടൈം ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ ABC എത്ര ടൈംസ് ആണ്? 1/4. 1/4 എന്ന് പറഞ്ഞാൽ 1 + 1/4 ആണ്. അതായത് 1 × 4 4. 1 × 4 4. 4 + 1/4 അതായത് 5/4 ടൈംസ് ആണ്. എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ 5/4 ടൈംസ് ആണെന്ന് മനസ്സിലാക്കുക. 1/4 എന്ന് പറഞ്ഞാൽ 5/4. സോ എല്ലാ സൈഡിനെയും നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ പേര് ആദ്യം ഇടാം. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. സോ PQ കിട്ടാൻ ഞാൻ ചെയ്യുന്നത് എന്താ നോക്ക്. ABയുടെ നീളം എത്രയാണോ അതിനെ ഞാൻ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 8 × 5/4. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. സോ 2 × 5 10 സെന്റിമീറ്റർ. സിമ്പിളായിട്ട് PQന്റെ നീളം കിട്ടി. നെക്സ്റ്റ് അടുത്ത് നോക്കുക. അടുത്തത് QR കാണാൻ ഞാൻ ചെയ്യുന്നത് BCയെ 5/4 കൊണ്ട് ഗുണിക്കുന്നു. അതായത് BC എന്ന് പറയുന്നത് 6 ആണ്. 6 × 5/4. 6 × 5/4. 6 × 5 30. 30/4. പകുതി എടുത്താൽ 30യുടെ പകുതി 15/2. 15ന്റെ പകുതി എത്രയാ? നിങ്ങൾക്കറിയാം 7.5 സെന്റിമീറ്റർ. ശരിയല്ലേ? 7.5 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത സൈഡാണ് വേണ്ടത്. അതായത് PR കാണാൻ സിമ്പിൾ ആണ്. ACയെ നമ്മൾ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ACയെ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ AC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4 ആണ്. 4 × 5/4 അതായത് 4 × 5/4 ചെയ്താൽ 4ഉം 4ഉം ക്യാൻസൽ. 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ ആണ്. സോ PQ കിട്ടി, QR കിട്ടി, അതുപോലെ PR കിട്ടി. ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. നോക്കിക്കോ, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. PQR ആണ് വരയ്ക്കേണ്ടത്. ആദ്യം PQ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 10 സെന്റിമീറ്റർ ആണ്. സോ 10 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. വളരെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പേര് കൊടുത്തോ, PQ. എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് QR എത്രയാ? QR എന്ന് പറയുന്നത് 7.5 സെന്റിമീറ്റർ ആണ്. 7.5. ആ 7.5 എന്ന് പറയുന്നത് നമ്മൾ എന്താക്കുന്നു? നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. 7.5 കോമ്പസിൽ എടുക്കുന്നു. ഒരാർക്ക് ക്യൂവിൽ കോമ്പസ് വെക്കുന്നു. 7.5 കോമ്പസിൽ എടുത്തിട്ട് ഒരാർക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, PR എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. പിയിൽ കോമ്പസ് വെക്കുന്നു. 5 സെന്റിമീറ്റർ. ഇതാണ് നമ്മളുടെ R എന്ന് പറയുന്ന പോയിന്റ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. നോക്കിക്കോ, QR എത്രയാണ്? QR എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് 7.5 സെന്റിമീറ്റർ. അതുപോലെ PR എന്ന് പറയുന്നത് എത്രയാ? PR എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. PR എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വരച്ചു. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചിത്രത്തിൽ തന്നിട്ടുള്ള ക്വാഡ്രിലാറ്ററലിന്റെ അതേ ആംഗിൾസ് ഉള്ള കോണുകളെല്ലാം തുല്യമായിട്ടുള്ള ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ സൈഡ് എങ്ങനെയായിരിക്കണം? ചിത്രത്തിൽ തന്നിട്ടുള്ള ചതുർഭുജത്തിന്റെ വശങ്ങളുടെ 1.5 മടങ്ങായിരിക്കണം. അവിടെ ആദ്യം മക്കൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3/2. ശരിയല്ലേ? 1.5 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയാണ്. 3/2 ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ABCD ആണെന്ന് മനസ്സിലാക്കുക. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ. BC എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് CD എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അതുപോലെ AD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ.
അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തുകൂടെ തന്നിട്ടുണ്ട്? എ സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഇത്രയും അളവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് PQRS ആണ്. PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലാണ്. PQ എന്ന് പറയുന്ന സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 6നെ നിങ്ങൾ എന്താക്കുക? 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 3 × 3 9 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ. അടുത്തത് QR കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക? BCA, അതായത് 3നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 9/2 which is equal to 4.5 സെന്റിമീറ്റർ. നെക്സ്റ്റ് QR കഴിഞ്ഞാൽ RS എന്ന് പറയുന്നത് 2 × 3/2, അതായത് 2 × 2 ക്യാൻസൽ ചെയ്താൽ 3 സെന്റിമീറ്റർ. എത്രയാണ്? 3 സെന്റിമീറ്റർ. അടുത്തത് PS എന്ന് പറയുന്നത് PS. ഓക്കെ, RS കഴിഞ്ഞാൽ PS കാണാൻ ADA 4നെയാണ് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4/2 ചെയ്താൽ 2 × 3 6 സെന്റിമീറ്റർ. അടുത്തത് അവസാനമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് PR. ഓക്കെ, PR എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 5 × 3/2. 5 × 3/2. ഇവിടെ 5 ആണ് AC നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3/2 ദാറ്റ് ഈസ് 15/2. 15/2 എന്ന് പറയുമ്പോൾ 7.5 സെന്റിമീറ്റർ. സോ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കുക. നമുക്ക് വരയ്ക്കേണ്ടത് PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലാണ്. അതിന് നമ്മൾ ആദ്യം PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. PQ എത്രയാ? PQ 9 സെന്റിമീറ്റർ. PQ എത്രയാ? 9 സെന്റിമീറ്റർ. സോറി, നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് PQ ആണ്. PQ എത്രയാ? 9 സെന്റിമീറ്റർ. PQ 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്ററിൽ നമ്മൾ PQ വരച്ചു. PQ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, QR ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. QR എത്രയാ? 4.5 സെന്റിമീറ്റർ. 4.5. സോ ക്യൂവിൽ കോമ്പസ് വെക്കുന്നു. 4.5 സെന്റിമീറ്ററുള്ള ഒരു ആർക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PR എത്രയാ? PR എന്ന് പറയുന്നത് 7.5 സെന്റിമീറ്റർ ആണ്. സോ 7.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. ശ്രദ്ധിക്കണേ മക്കളെ, 7.5 സെന്റിമീറ്റർ ആണ് നിങ്ങൾ കോമ്പസിൽ എടുക്കേണ്ടത്. ഓക്കെ, പിയിൽ കോമ്പസ് വെക്കുന്നു. PR എന്ന് പറയുന്നത് 7.5 ആണ്. ഈ പോയിന്റ് ആണ് R. സിമ്പിൾ. PR. ഓക്കെ, ജോയിൻ ചെയ്യുക. ക്യൂവുമായിട്ട് ജോയിൻ ചെയ്യുന്നു, അതുപോലെ പിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ അവിടെ സെറ്റായി. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് എന്തറിയാം? PS അറിയാം. PS എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. PS 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ്. PS എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 6 സെന്റിമീറ്റർ ഉള്ള ഒരാർക്ക് വരച്ചു. പിയിൽ കോമ്പസ് വെച്ചു, 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്തു, ഒരാർക്ക്. ഇനി SR അഥവാ RS എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. സിമ്പിൾ. 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. 6ൽ കോമ്പസ് വെക്കുന്നു, വരയ്ക്കുന്നു. ഈ പോയിന്റ് ആണ് നമ്മളുടെ S എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി നമുക്ക് കോമ്പസ് ഒന്നും വേണ്ട. ഈ പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. Pനെ യോജിപ്പിക്കുന്നു, അതുപോലെ എസിനെയും ആറിനെയും തമ്മിൽ യോജിപ്പിക്കുന്നു. ഇതോടുകൂടി നമ്മൾ ആ ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നു. ഓക്കെ ആണോ? ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സിന്റെ എത്ര ടൈംസ് ആണ്? 3/2 ടൈംസ് ആണ് PQRSന്റെ സൈഡ്സ്. ഓക്കെ ആണല്ലോ. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറഞ്ഞാൽ 2 ട്രയാങ്കിൾ വരയ്ക്കേണ്ട പണിയുള്ളൂ. സെറ്റാണ്. ഇത്രയേ ഉള്ളൂ.
ഓക്കെ ആണല്ലോ. ഇത്രയും ചോദ്യങ്ങളാണ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ ചോദിക്കുക. സോ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മക്കൾ കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. ഈ വീഡിയോ അത്രമാത്രം എഫേർട്സ് എടുത്തിട്ട് ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് പുറകിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, 7:30 മാത്തമാറ്റിക്സിൻ്റെ മെഗാ മാരത്തോൺ. ആ ലൈവ് നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇന്നും നാളെയും നമുക്ക് ലൈവ് ഉള്ളതാണ്. അപ്പോൾ ആ 2 ലൈവും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട്